എനിക്ക് മനസ്സിലായി. രണ്ടുപേരും കൂടെ എന്തൊക്കെയോ പ്ലാൻ ചെയ്തോണ്ട് വരികയാണ്. എന്തോ ഉണ്ട്. തരുമോ 100 രൂപ? 100 രൂപ എന്തിന്? ബേക്കറി പോയി. ബേക്കറിയിൽ ഇപ്പൊ ഊണ് കഴിച്ചല്ലേ ഉള്ളൂ. ഇപ്പഴല്ല, വൈകുന്നേരം അല്ലേ? മനസ്സിലായി. കണ്ണെവിടെ? സ്കൂളിൽ പോയി. അപ്പൊ അവനില്ലാതെ പോവാനാണോ? തരാം. അച്ഛാ, ഏതോ പരിചയമില്ലാത്തൊരു കാറ് പറഞ്ഞു. ഏ കാറ്? പ്രസിഡന്റ് ചവിട്ടാൻ പറഞ്ഞ ചവിട്ടണ്ടേ? ഒറ്റ ചവിട്ട്. അച്ഛാ, ചേച്ചിയുടെ കല്യാണം കഴിഞ്ഞു. ഈ ചെറുക്കൊരു കളവായി. നമസ്കാരം, ഞാൻ പുഞ്ചിരി ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബിന്റെ പ്രസിഡന്റ് ശശാങ്കൻ. ഞാൻ ക്ലബിന്റെ സെക്രട്ടറി പ്രസാദ്. ഞങ്ങള് മകൾക്ക് രാവിലെ ഒരു ധീരസിംഹണി അവാർഡ് കൊടുത്തിട്ടുണ്ട് കേട്ടോ. മനസ്സിലായില്ല. നമ്മുടെ കടയിൽ പച്ചക്കറി വാങ്ങിയ വന്ന ഒരാൾക്ക് ഷോക്ക് ഏറ്റു. അപ്പൊ ഈ പച്ചക്കറി മേടിക്കാൻ പറഞ്ഞവർക്ക് നിങ്ങൾ അവാർഡ് കൊടുക്കുന്നുണ്ടോ? അതല്ല, രാവിലെ പച്ചക്കറി വാങ്ങിയാൽ വന്ന ഒരാൾക്ക് ഷോക്ക് ഏറ്റു. അയ്യോ, മോളുടെ ധീരോചിതമായ ധീരോചിതോ ഒറ്റ ചവിട്ടിനാണ് രക്ഷപ്പെടുത്തി കളഞ്ഞില്ലേ? അതാണ്. ഇങ്ങോട്ട് മാറിയില്ലേ? ചവിട്ടും എന്റെ ചെരുപ്പ് ഇട്ടേക്കുന്നത്, അതുകൊണ്ടാ രക്ഷപ്പെട്ടത്. ചുമ്മാ അല്ല, സിലിണ്ടർ പോലെ കയറി അങ്ങ് നിക്കണത്. കണ്ടെയ്നർ ടാങ്കാണ് എന്നെ. അയാളെ രക്ഷപ്പെട്ടു. പിന്നെ അയാളെ ഹാപ്പിയായി. ഞങ്ങൾ ഉടനെ തന്നെ ഒരു ട്രോഫി വാങ്ങിച്ച് പോകാൻ കൊടുത്തു. ഞങ്ങള് വരുന്ന വർഷം ഒരു ഉഗ്രം പരിപാടി സംഘടിപ്പിക്കുന്നുണ്ട്. മന്ത്രി, MLA എല്ലാരും കൂടെ വന്നിട്ട് ഞങ്ങൾ വരും, ഒന്ന് കാണാൻ വരും. ഓ ആയിക്കോട്ടെ. പിന്നെ എന്റെ പുതിയ വണ്ടി ലഡു. പുതിയ കാറാ? അതെ അതെ അതെ. ഇപ്പൊ ഡ്രൈവിംഗ് അറിയില്ലല്ലേ? പഠിപ്പിച്ചോണ്ടിരിക്കുക. വരവ് കണ്ടപ്പോ മനസ്സിലായി. പിന്നെ ഈ കാറിന്റെ അടിയിൽപ്പെട്ട് ചാവാത്തിന് ഞങ്ങൾക്കും തരണം ഓരോ അവാർഡ്. അത് ഞാൻ പുതിയൊരു ലോറി വാങ്ങിക്കട്ടെ, അപ്പൊ തരാം. അപ്പൊ പിന്നെ റീത്ത് മതിയാവും. പേര് പറഞ്ഞു. പ്രസാദ്. പ്രസാദ്. ചേട്ടൻ എന്ത് ചെയ്യുന്നു? ഞാനിവിടെ ബാങ്കിൽ അസിസ്റ്റന്റ് മാനേജറാണ്. പ്രസിഡന്റ് ഓ ബാങ്കിലാ. ഞങ്ങള് വരും, ഉദാരമായിട്ട് എന്തെങ്കിലും വാർഷികം. ഏറ്റില്ല. പോവാം. ശരി, വരട്ടെ. പേര് മറക്കണ്ട, ശശാങ്കൻ. ശരി, പോട്ടെ സിലിണ്ടറെ. പോട്ട് മോളെ. എടുക്ക്. അയ്യോ, വീട്ടിൽ കൊണ്ട് എത്തിക്കണേ ഭഗവാനെ. സ്റ്റാർട്ടാക്കിയാലേ പോകാൻ പറ്റുള്ളൂ. ഗിയർ. ചേച്ചി, അവാർഡ് നിന്നപ്പോഴേ കൊറേ പേരുണ്ടായിരുന്ന. എന്ത് ചോദ്യാ കാത്തു നീ ചോദിക്കണേ? കൊറേ പേരുണ്ടായിരുന്നോന്നാ? അവിടെ ഉണ്ടായിരുന്ന ചുറ്റുമുള്ള ആൾക്കാർ മുഴുവൻ എൻ്റെ കൂടെ ഇങ്ങനെ കൂടിയിട്ട് സംസാരിക്കാനായിട്ട് വന്നു. എന്നിട്ട് ബസ്സിലൊക്കെ പോകുന്ന ആൾക്കാരൊക്കെ എന്താണ് സംസാരിക്കുന്നതെന്ന് അറിയാൻ വേണ്ടി എത്തി വരിഞ്ഞൊക്കെ നോക്കിയടാ. അതൊക്കെ നീ ഒന്ന് കാണേണ്ടതായിരുന്നു. അച്ഛാ, ദീപാവലിക്കും വിഷുവിനെ നമുക്ക് പടക്കം മേടിക്കണ്ട. അവൾ നന്നായിട്ടിരുന്ന് പൊട്ടിക്കുന്നുണ്ട്. ഓ, ഞാൻ വെടി പറയുന്നായിരിക്കും. എനിക്ക് തോന്നി നീ അങ്ങനെ ആയിരിക്കും പറഞ്ഞോണ്ട് വരണേ. അച്ഛാ, ഞാൻ എന്റെ ഫോണ് ഞാൻ ഇവിടെ അതായിരിക്കുന്നു. ഫോൺ എടുക്കാൻ മറന്നുപോയി. അല്ലായിരുന്നെങ്കിൽ ഉണ്ടല്ലോ, ഈ നടന്ന സംഭവങ്ങളൊക്കെ ഫേസ്ബുക്കിൽ ഇട്ടിരുന്നെങ്കിൽ എനിക്ക് എത്ര റീച്ചും ലൈക്കും കേറുമായിരുന്നു അറിയോ. പക്ഷെ മോളെ ഒരു കാര്യം പറയണ്ട, നീ ഒരാളുടെ ജീവനാണ് രക്ഷിച്ചത്. ദൈവത്തിന്റെ മുമ്പിൽ നിനക്ക് നല്ല റീച്ച് ആയിരിക്കും. എന്ത് മക്കളെ, നീ നന്നായിട്ട് വേർത്ത് കേട്ടോ മോളെ. ആ ഫാൻ എന്നിട്ട് മോളെ. കറണ്ട് ഇല്ലേ മകളെ? പിങ്കി ചെന്ന് വീശിയുടെ എടുത്തുടാ. ചേച്ചി ഒന്ന് വീശി കൊടുക്കും. വീശിയുടെ എടുത്ത് വീശി കൊടു. പിന്നെ ഞാൻ വീശി കൊടുക്കാൻ എന്ത്? നീ വീശി കൊടുത്ത കുഴപ്പം എന്ത്? അതെ, മക്കളായാലേ ഇതുപോലെ നല്ലത് പറയിപ്പിക്കണം നാട്ടുകാരെ കൊണ്ട്. മനസ്സിലായോ? ഞാൻ എന്തോളാ വേലക്കാരിയാക്കി വീശി കൊടുക്കാൻ. അച്ഛൻ വേണമെങ്കിൽ ഊതിക്കൂടെ, അവൾ പറക്കും. എന്തുവാടി നിനക്ക് ഇത്ര കടി? തർക്കുത്തരം പറഞ്ഞേട്ടാ. ഈ തർക്കുത്തരം പറയാനും 5 നേരം തിന്നാനും വേണ്ടി മാത്രം വാതുറക്കും. അതുള്ളോണ്ട്, ആ വായുള്ളോണ്ട് നീ എവിടെ പോയാലും ജീവിക്കും. അച്ഛാ, ഞാൻ പല പ്രാവശ്യം പറഞ്ഞോണ്ട് എന്റെ ഭക്ഷണ കാര്യത്തെ പറ്റി എന്നെ കുറ്റം പറയരുത്. ഞാൻ ഈ വീട്ടിൽ പച്ചവെള്ളം വല്ലതും കുടിക്കണം. സന്തോഷം, പച്ചവെള്ളമെങ്കിലും കിട്ടുമല്ലോ ഈ വീട്ടിൽ. മോളെ, നീ വല്ലതും കഴിച്ചാ? ഇല്ല അച്ഛാ, രാവിലെ പോയതില്ലേ? ഒന്നും കഴിച്ചില്ല. എന്തോ ഒരു കാര്യം ചെയ്യും, അച്ഛനെ മക്കൾക്ക് പെട്ടെന്ന് നൂഡിൽസ് ഉണ്ടാക്കി തട്ടാ. പോവാ, ഉണ്ടാക്കി തരുമോ? എല്ലാവർക്കും ഉണ്ടാക്കാം. നാണമില്ലല്ലോ എന്റെ ചേച്ചി. ഈ വീട്ടിൽ ഇത് പച്ച വല്ല പോലും കുടിക്കൂല എന്ന് പറഞ്ഞിട്ട് ആ നൂല് പോലിരിക്കുന്ന സാധനത്തിന്റെ പിന്നാലെ പോവാൻ നാണമില്ലല്ലോ. അതെ, വേണമെങ്കിലും കുറച്ച് കൊണ്ടുതരാം. അയ്യോ വേണ്ട. എടി, ഞാനും എൻ്റെ അച്ഛൻ്റെ അതേ ചോരയാണ്.
കളരി ആശാന്റെ മരുമകൻ പിങ്കി രവീന്ദ്രനാഥ്. ഈ പിങ്കി രവീന്ദ്രനാഥിന്റെ കോൾ ഇനി കമ്പനി കാണാതിരിക്കണം കേട്ടാ. പോണം. ഈ മസാലയുടെ മണം മാത്രം മതി ഒരു പാത്രം ചോറ് തന്നെ. അല്ല ചേച്ചി, ചേച്ചി ഇന്ന് ഭയങ്കര മൂഡ് ഓഫ് ആയിട്ടിരിക്കണ. ഒന്നുമില്ല. പറ. ഞാൻ ഒരു കാര്യം ചോദിച്ചോട്ടോ. ചോദിച്ചോ. നിനക്ക് എന്നെ ഇഷ്ടമാണല്ലോ. ഞാൻ എന്തെങ്കിലും ഒരു ഹെൽപ്പ് ചോദിച്ചു കഴിഞ്ഞാൽ നീ എൻ്റെ കൂടെ നിൽക്കോ? ഇഷ്ടമാണ്, കൂടെ നിൽക്കുകയും ചെയ്യും. പക്ഷെ എനിക്ക് എന്താ ലാഭം? എടീ, ലാഭവും നഷ്ടമൊക്കെ നോക്കി വേണോ നമ്മുടെ ഈ ബന്ധം? നിന്നെ ഞാൻ സ്വന്തം അനിയത്തിയെ പോലെ അല്ലേ കണ്ടേ? സ്വന്തം അനിയത്തിയെ പോലെ കണ്ടെന്നല്ലേ ഉള്ളൂ, സ്വന്തം അനിയത്തി അല്ലല്ലോ. ആ, ഒരു കാര്യം ചെയ്യും. എൻ്റെ രാമങ്കള് പോയിട്ട് വന്നപ്പോഴേക്കും കുറച്ച് ഓയിൽ പേസ്റ്റും കാര്യങ്ങളൊക്കെ എനിക്ക് കൊണ്ടുവന്നായിരുന്നു. അത് നീ തൽക്കാലം എടുത്തോ. തൽക്കാലോ? തൽക്കാലം അല്ല, നീ എടുത്തോ. നീ എന്റെ കൂടെ നിന്നാ മതി. കാര്യം പറ. എടീ, എനിക്ക് ഒരു വീഡിയോ ചെയ്യണം. ആ വീഡിയോ ചെയ്തിട്ട് എനിക്ക് ആരെങ്കിലും രക്ഷപ്പെടുത്താൻ ഒരു വീഡിയോ ചെയ്തതിന് ശേഷം സോഷ്യൽ മീഡിയയിൽ ഇടണം. അങ്ങനെ വൈറലാവണം. അങ്ങനെ ഈ റിഞ്ചി ഉണ്ടല്ലോ, റിഞ്ചി, അവൾക്ക് അസൂയ വരണം. അച്ഛനും അമ്മയും എന്നെ പറ്റി പുകഴ്ത്തണം. അവർക്ക് അഭിമാനം തോന്നണം എന്നെ പറ്റി. സംഭവം കൊള്ളാം, പക്ഷെ ഇതെങ്ങനെ വർക്കൗട്ട് ചെയ്യിപ്പിക്കും? വർക്കൗട്ട് ചെയ്യാൻ എന്തെങ്കിലും ഒരു ആക്സിഡന്റോ അങ്ങനെ എന്തെങ്കിലും ഒരു ക്രിയേറ്റ് ചെയ്തിട്ട്. ചേച്ചി, ഈ അപകടങ്ങള് തനിയെ വരുന്ന, അതായത് അത് നമുക്ക് ഉണ്ടാക്കാനൊന്നും പറ്റത്തില്ല. അത് തനിയെ വരുന്ന സാധനമല്ല. അവിടെയാണ് നമ്മുടെ ബുദ്ധി നമ്മൾ ഉപയോഗിക്കേണ്ടത്, മനസ്സിലായ? എൻ്റെ ഒരു ഐഡിയ ഉണ്ട്. എന്താ ഐഡിയ പറ. നിനക്ക് ഈ പഠിത്തത്തിന്റെ പ്രഷർ താങ്ങാൻ വയ്യാതെ നീ എന്ത് ചെയ്യുന്നു? തൂങ്ങിച്ചാവാൻ പോകുന്നു. അപ്പൊ സാഹസികമായി വന്ന് ഞാൻ നിന്നെ രക്ഷപ്പെടുത്തും. അയ്യടെ മോളെ, പള്ളിയിൽ പോയി പറഞ്ഞാ മതി. ഞാൻ പഠിക്കാൻ നല്ല മിടിക്കാണ്, അതുകൊണ്ട് ഞാൻ അത് ചെയ്യത്തില്ല. പിന്നെ ചേച്ചിക്ക് വേണ്ടി ഞാൻ അവിടെ ഫാന് ചുറ്റി കയറാൻ പോവല്ലേ. എടി, നീ ഒരു കാര്യം മനസ്സിലാക്കണം. നമ്മളിപ്പോ ഈ സംഭവം ചെയ്ത് കഴിഞ്ഞാൽ നേരത്തെ റിങ്കിക്ക് കിട്ടിയ പോലെ ധീരസിംഹിണി അവാർഡൊന്നും അല്ല, നമുക്ക് ഓസ്കാർ വരെ കിട്ടും. വേറെ ഐഡിയ പറ. എനിക്കത് പറ്റത്തില്ല. വേറെ ഐഡിയ ഇപ്പൊ ഞാൻ എവിടെ നിന്നെ തപ്പിയെടുക്കട്ടെ? നല്ല പ്രളയോ വെള്ളപ്പൊക്കെ കൊണ്ടാണെങ്കിൽ നിന്നെ അതിനകത്തോട്ട് ഇറക്കി അങ്ങ് വിട്ടാതെ ഞാൻ നീന്തി വന്ന് രക്ഷപ്പെടും. അന്ന് ചേച്ചിക്ക് നീന്തൽ അറിയാവോ? നീന്തൽ അറിഞ്ഞൂടെ? ഇങ്ങനെയൊക്കെയല്ലേ പഠിക്കണം. ഞാൻ ഒരു വഴി പറയട്ടെ. എന്തോന്ന്? ഒരാളുടെ സഹായമുണ്ട്. സർദാറിന്റെ വഴി നമുക്ക് ശരിയാക്കാൻ പറ്റില്ല. സർദാറോ? എവിടെ നിന്റെ വീട്ടിൽ സർദാറുണ്ട്? സർദാർ അല്ലേ, സോർദാർ, പട്ടിക്കുട്ടി സോർദാർ. അവനെ വഴി നമുക്ക് ശരിയാക്കാൻ പറ്റും. കാരണം ഞാൻ റോഡിൽ കൂടെ നടന്നു പോകുന്നു, അവൻ എന്നെ വന്ന് കടിക്കാൻ വരുന്നു. അപ്പൊ ചേച്ചി എന്നെ വന്ന് രക്ഷപ്പെടുത്തുന്നു. നല്ല ഐഡിയ. അത് മതി. എന്നിട്ട് വേണം നിന്റെ ആ സർദാർ വന്നിട്ട് എന്നെ കടിക്കും. സർദാർ അല്ല, സോർദാർ. സോർദാർ വന്ന് എന്നെ കടിക്കും. നിന്റെ പട്ടി ഇങ്ങനെ നിന്നെ കടിക്കും, എന്നെയല്ലേ കടിക്കുള്ളൂ. ശരിയാണ്. ഞങ്ങളിപ്പോ ഏത് വഴിയുണ്ട്? കാർച്ചേ, എന്റെ ഒരു ഐഡിയ ഉണ്ട്. പക്ഷെ അതിന് മാമന്റെ ഹെൽപ്പ് വേണം. മാമനാ? എന്റെ മാമൻ. പറ. നീ വന്ന്. അത് കൊള്ളാം. ചേച്ചി ബുദ്ധി പ്രവർത്തിച്ചേട്ടോ, ഞാൻ പറയുന്നതാണ്. നല്ല പ്രവൃത്തി. എത്ര ചരിത്ര വഴികൾ താണ്ടിയ കാറാണിതെന്നറിയാവോ? ഈ പഴഞ്ചൻ കാറോ? കൈയെടുക്കടി, കൈയെടുക്കടി. നിനക്കെന്താടി പുച്ഛം വണ്ടിയെ കുറിച്ച്? ഈ വണ്ടി എന്ന് പറഞ്ഞാലേ എന്റെ അച്ഛൻ പുലിയുടെ വീട്ടിൽ ഭാർഗവൻ പിള്ള, അമ്മായിയപ്പൻ. അങ്ങനെ കേക്കണ്ട. അദ്ദേഹത്തിന്റെ അച്ഛൻ പുലിയുടെ വീട്ടിൽ ഗിരിരാജൻ പിള്ള. ഈ ഗിരിരാജ കോഴി എന്നൊക്കെ കേട്ടിട്ടുണ്ട്. നീ എങ്ങനെ ചരിത്രം അറിഞ്ഞു? അതായത് എന്റെ അപ്പൂപ്പൻ ഗിരിരാജൻ പിള്ള ഉപയോഗിച്ചുകൊണ്ടിരുന്ന കാറായത്. ഇതാണോ ആ കോഴി ഗിരിരാജൻ? അല്ലല്ല, അതൊക്കെ വേറെ. അന്നത്തെ കാലഘട്ടത്തിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നാട്ടുരാജക്കന്മാരുടെ മക്കളുടെ കല്യാണത്തിന് കല്യാണം കഴിഞ്ഞ് അമ്പലങ്ങളിൽ നിന്ന് വീട്ടിലേക്ക് കൊണ്ടുപോകുന്നത് ഈ കാറിനകത്താ. അതല്ലയോ ഞാൻ പറഞ്ഞേ, ചരിത്രം ഉറങ്ങുന്ന കാറായതെന്ന്. നിനക്കൊരു കാര്യം അറിയാവോ? നമ്മുടെ കല്യാണം കഴിഞ്ഞിട്ട്
നമ്മൾ മധുവിധു ആഘോഷിക്കാൻ വേണ്ടി പോകുന്നത് എവിടാന്നറിയോ? എവിടാ? മണകുണാലി. എന്തോന്ന്? മണകുണാലി. കുളുമണാലിയാണോ ഉദ്ദേശിച്ചത്? അങ്ങനെയും പറയാം. അത് അവിടെ പോകുന്നത് ഈ വണ്ടിയിലാണ്. ഈ വണ്ടിയിലായിരിക്കും. നമ്മള് മധുവിധു ആഘോഷിച്ച് തിരിച്ചു വരുമ്പോഴേക്കും കുഴിയിലേക്ക് എടുക്കേണ്ട സമയമാവും. കൈയെടുക്കണി. കാറിനെ എത്ര വെച്ചോ? പിന്നല്ലാതെ ഈ പന്ന പരട്ട കാറില് ഗിരിരാജൻപിള്ള അപ്പൊ ഉപയോഗിച്ചിരുന്ന കാറായത്. അതാണ്ടേ കൂടുതൽ വർത്താനം പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ മധുവിധു ഈ കാറിനകത്ത് നമ്മൾ നടത്തി. ഈ പരട്ട കാർ കൊണ്ടുവന്നപ്പോഴേ എനിക്ക് തോന്നിയതാ എന്തോ ഉടായിപ്പായിട്ട് ഇറങ്ങിയേക്കുവാ. നിങ്ങളുടെ ചരിത്രം മൊത്തം എനിക്കറിയാം കേട്ടാ. ഉടായിപ്പായിട്ട് ഇറങ്ങിയിരിക്കുവാ. മാമാ എന്റെ പൊന്നു മാമ, മാമ കൊറേ നേരമായില്ലേ ഈ പുരാവസ്തുവിലിട്ട് ചുരണ്ടിക്കൊണ്ടിരിക്കുന്നു. എന്റെ പെയിന്റ് ഒത്തപ്പോ വലിച്ചു കളയോ. എന്ത് പുരാവസ്തു? എടി അതെ, നിന്റെ മോന്തക്കിട്ടേക്കുന്ന പുട്ടിയുണ്ടല്ലോ, അത് വേണമെങ്കിൽ ചുരണ്ടി കളയാം. പക്ഷെ ഈ പെയിന്റ് പോകത്തില്ല അങ്ങനെ വരണ്ടിയാല്. മാമന് ഇത് മണ്ണിന്റെ അടിയിൽ നിന്ന് കിട്ടിയ വണ്ടിയാണ്. അല്ല അതൊക്കെ വിട് മാമ. ഞങ്ങളിപ്പോ വന്ന ഒരു ഹെൽപ്പ് ചോദിക്കാൻ വേണ്ടിട്ടാണ്. എന്താ? അതായത് മാമനെ പോലെ ഇത്ര ധീരനും ബുദ്ധിശാലിയും ദേവന്മാരുടെ ദേവനായ ഇന്ദ്രദേവനില്ലേ, അതിന് തുല്യമായ എന്റെ മാമനോടല്ലാതെ ഞാൻ ആരോട് സഹായം ചോദിക്കാനാ? ഇല്ല, നീ അങ്ങനെ എന്നെ പൊക്കുകയൊന്നും വേണ്ട. നീ മാത്രമല്ല, നാട്ടുകാരെല്ലാം എന്നെ കുറിച്ച് അങ്ങനെ പറയുന്നു. അപ്പം മാമ, ഞങ്ങൾക്കേ ഈ സോഷ്യൽ മീഡിയയിലിട്ട് വൈറലാക്കാൻ വേണ്ടി ഒരു വീഡിയോ ചെയ്യണം. അതായത് ഞങ്ങളുടെ ഒരു ഐഡിയ ഉണ്ട്. ശ്രദ്ധിച്ചു കേട്ടോണേ. കാർത്തു റോഡിൽ കൂടെ ഇങ്ങനെ നടന്നു വരികയാണ്. അപ്പൊ മാമൻ നമ്മളിപ്പോ നമ്മുടെ ഫോണിലെ ക്യാമറ അതെവിടെയെങ്കിലും നമ്മൾ ഹൈഡ് ചെയ്ത് വീഡിയോ എടുക്കാൻ വേണ്ടി വച്ചിരിക്കുന്നു. അപ്പൊ മാമ ഈ പുരാവസ്തു കൊണ്ട് കാറ് അയ്യോ ഈ കാറ് കൊണ്ടെന്ന് മാമൻ വരുന്നു. അവൻ വന്നിട്ട് ഇവളെ ചെറുതായിട്ടൊന്ന് തട്ടുന്നു. എടി, ഇവളെയൊക്കെ ഈ കാർ കൊണ്ട് തട്ടിക്കഴിഞ്ഞാൽ പിന്നെ മിച്ചം എടുക്കാൻ ഒന്നും കാണത്തില്ല, പാർട്സ് ആയിപ്പോള്. അയ്യോ, അങ്ങനെ സ്പീഡിൽ തട്ടൊന്നും വേണ്ട, ചെറുതായിട്ട് ഇങ്ങനെ സൈഡിൽ കൂടെ ഇങ്ങനെ പോയാൽ മതി. അപ്പൊ ഇവള് അഭിനയിച്ചോളൂ, ഇങ്ങനെ മറിഞ്ഞു വീണ് അഭിനയിച്ചോളൂ. ചെയ്യുമല്ലോ മക്കള്. അപ്പൊ ഇവള് തറ വീണ് മരണ വെപ്രാളത്തില് പെടഞ്ഞോണ്ടിരിക്കുകയാണ്. അപ്പൊ ഞാൻ അപ്രതീക്ഷിതമായി അവിടെ വരുന്നു. ഒന്ന് പറഞ്ഞൂടാത്ത പോലെ വരുന്നു. ഇവക്ക് മറ്റേ ഇവിടെ നെഞ്ചി കയറി രണ്ടിടിയൊക്കെ കൊടുത്ത് ശ്വാസം കൊടുക്കുന്നതിന് മുമ്പ് 2 എണ്ണം RT-PCR ചെയ്ത് റിസൾട്ട് കൊണ്ട് വന്നേക്കണം. കോവിഡ് സർട്ടിഫിക്കറ്റ് നെഗറ്റീവ് ആണോ പോസിറ്റീവ് ആണോ അതൊക്കെ അത് ശ്വാസം കൊടുത്ത് ഞാൻ ഇവളെ രക്ഷിക്കുന്നു. അങ്ങനെ ഒരു വീഡിയോ ചെയ്യണം. ഞാൻ സഹായിക്കണം. സഹായിക്കാം. താങ്ക് യു. ഞാൻ എന്താ കാണിക്കുന്നത്? വണ്ടി പോകുന്നത് അമ്മ പ്രസാദേ, നീ ആ പാർട്ട് ഓഫ് എനിക്ക് കോൺസെൻട്രേഷൻ കിട്ടുന്നില്ല ഡ്രൈവ് ചെയ്യാൻ. ഓടിക്കാൻ അറിയാമല്ല. എന്റെ പൊന്ന് പ്രസിഡന്റേ, ഭാഗ്യം കൊണ്ടാണ് ഓരോരുത്തർ വണ്ടിയുടെ അടിയിൽ പോകേണ്ട രക്ഷപ്പെട്ടു പോയേക്കുന്നത്. ഈടാ ജീവിതത്തിൽ റിസ്ക് എടുത്തിട്ടുള്ളവർ മാത്രമേ വിജയിച്ചിട്ടുള്ളൂ. ഈ ഒരു 2 ദിവസം സമയം ഞാൻ ഈ കാറ് പറപ്പിക്കും. എന്റെ പൊന്ന് പ്രസിഡന്റിനൊക്കെ ലൈസൻസ് തന്നവനാ, സമ്മതിക്കണം. ഓ, അല്ലാതെ എന്റെ കൂടെ കയറിയിരുന്നതിന്റെ പ്രശ്നമല്ല നിനക്ക്. അയ്യോ, വണ്ടി എടുക്ക്. ആരെടുക്കും? പ്രസിഡന്റ് എടു. അത് ബ്രേക്ക് ഒരു വട്ടം കൂടെ ഞാൻ പറഞ്ഞുതരാം. ഇങ്ങേറ്റത്തുള്ളത് ക്ലച്ച്, നടുക്കുള്ളത് ബ്രേക്ക്, അങ്ങേറ്റത്ത് ആക്സിലേറ്റർ. ഓക്കെ. ക്ലച്ച് പതുക്കെ ചവിട്ടി ഗിയർ ഇട്ട് പതുക്കെ വണ്ടി എടുക്കണം. ഓക്കെ. അപ്പൊ ഫസ്റ്റ് എങ്ങോട്ടാ? ഫസ്റ്റ് മൂന്നാർ. വേണ്ട, കാശ്മീരിലേക്ക് പോവാം. ഒരു പ്രശ്നമില്ല, പോവാം. പൊന്ന് പ്രസിഡന്റ് അടങ്ങിയിരി. ആ പാട്ട് ഓഫ് ഞാൻ വണ്ടി ഓട്ടിക്കട്ടെ. ഇനി അതുള്ളതുകൊണ്ട് നിങ്ങൾക്ക് വണ്ടി ഓടിക്കാൻ പറ്റണ്ട. പോവാം. ഈ റോഡ് കാണാൻ പറഞ്ഞേ. നീക്ക് വൈ മാമ. മാമന് ഈ ക്യാമറ ആംഗിളെ പറ്റി വലിയ ധാരണയൊന്നുമില്ല, അതുകൊണ്ടാണ്. ക്യാമറ ആംഗിളിനെ കുറിച്ച് നീ എന്നെ പഠിപ്പിക്കൊന്നും വേണ്ട കേട്ടോ. നീ ടൈമിങ്ങിന് അങ്ങ് എത്തിയാ മതി.
ടൈമിംഗ് ഒക്കെ എനിക്ക് അറിയാതൊക്കെ ഞാൻ എത്തുവേ. ആ അപ്പൊ ഞാൻ വണ്ടി സ്റ്റാർട്ട് ചെയ്ത് നിർത്തിയേക്കാം. ആ. എപ്പോഴാ എത്തേണ്ടത് നീ സിഗ്നൽ കാണിച്ചാൽ മതി. ഞാൻ അപ്പൊ വരും. ഞാൻ ഇങ്ങനെ കാണിക്കാം. അത് മതി. ഓക്കെ, ഓൾ ദി ബെസ്റ്റ്. ഇങ്ങോട്ട് ചേർന്നിരി. ഡ്രൈവിംഗ് പഠിക്കണ്ടായോ? അതാണ്ട് ഇതാണ് ഗിയർ. അതിലിങ്ങനെ ഇങ്ങനെ വെച്ചിട്ട് അങ്ങോട്ടാക്കുന്നത് ഫസ്റ്റ്, ഇങ്ങോട്ടാക്കുന്നത് സെക്കൻഡ്, ഇങ്ങനെ ആക്കി അങ്ങനെ ആക്കുന്നത് തേർഡ്, ഇങ്ങനെ ആക്കുന്നത് വേണമെങ്കിൽ ഇതൊന്ന് സ്റ്റിയറിംഗ് ബാലൻസ് പിടിച്ചു. സ്റ്റിയറിംഗ് ബാലൻസ് ഈ എടുത്തോട്ടെ. അത് കഴിഞ്ഞ് എതിരെ വണ്ടി വരികയാണെങ്കിൽ വലത്തോട്ട് ബ്രേക്ക് ഉണ്ടോ? അത് ബ്രേക്ക്. ഇതാണ് ക്ലച്ച്. ഇത് ആക്സിലേറ്റർ. കണ്ടോ? ഇത് ചേച്ചി ഈ ഡ്രസ് എനിക്ക് നല്ലോണം ചേരുന്നുണ്ടല്ലേ? ഡ്രസ്സൊക്കെ ചേർന്നുണ്ട്. ഫ്രീ ആയിട്ട് ഈ ഡ്രസ്സ് തന്നെ നന്ദിയെങ്കിലും നീ എന്റെ അടുത്ത് കാണിക്കണേ. അത് ചേച്ചിന്റെ 3-ാം വയസ്സിലിട്ട ഡ്രസ് അല്ലേ ഇത്? അതൊക്കെയാണ്. പക്ഷെ ഞാൻ സൂക്ഷിച്ച് നിനക്ക് തന്നില്ലേ? എടി, ഞാൻ ക്യാമറ ഓൺ ചെയ്യാൻ പോവാണ്. അപ്പൊ നീ ഭയങ്കര നാച്ചുറൽ ആയിട്ട് അഭിനയിക്കണം. ചിരിച്ച് വെറുതെ കോളോ ചേച്ചി. നമുക്ക് റിഹേഴ്സൽ പോയാലോ? റിഹേഴ്സൽ നിനക്ക് പേടിയുണ്ടോ? എനിക്ക് പേടിയൊന്നുമില്ല, എന്നാലും ചെറിയൊരു ഭയം ഇടിക്കുമ്പോഴേ എല്ലാവർക്കായാലും. ഇല്ല, അത് കുഴപ്പമില്ല. ധൈര്യമായിട്ട് കേട്ടോ, ഒരു പ്രശ്നമില്ല. നമ്മൾ റിങ് ചെയ്ത് കാണിച്ച് ഞെട്ടിക്കണം. അവളൊരു വീരസിംഹണി അവാർഡ്. ഞാൻ സെറ്റ് ചെയ്യാണ്. ഞാൻ എവിടെ നിൽക്കണം? ഞാൻ പറഞ്ഞ നീ ഇവിടുന്ന് പതുക്കെ പോണം. മാമ റെഡിയല്ലേ? അവിടെ നിന്നോണേ. കൊച്ചിന്റെ കൈ സോറി കേട്ടോ, അറിഞ്ഞില്ല. അച്ഛൻ പിടിച്ച് സഹായിക്കണമെന്നില്ല. മകളെ, ഒരു പെരുമഴ വരാനുള്ളിടത്ത് ഒരു ചാറ്റ മഴ വന്നെന്ന് വിചാരിച്ചോ? അത്രേ ഉള്ളൂ. ഇങ്ങനെ ഇടിച്ചുകുത്തി പെയ്യുന്ന നിങ്ങൾ ചാറ്റ മഴ എന്നാ പറയുന്നത്? മോളുടെ സമയം ഇപ്പൊ ശരിയല്ല. അല്ലെങ്കിൽ പിന്നെ നടു റോട്ടിൽ ചെന്ന് ഇങ്ങനെ നിൽക്കാൻ ആർക്കെങ്കിലും തോന്നുമോ? അച്ഛാ, ജീവനോടെ തിരിച്ചു കിട്ടിയത് എന്നെ ഭാഗ്യം. തക്ക സമയത്ത് കാത്തു വന്ന് കൃത്രിമശ്വാസം കൊടുത്തോണ്ട് ഇപ്പൊ ഇവൾ ഇങ്ങനെയെങ്കിലും ഇരിക്കുന്നു. സത്യം പറഞ്ഞാലേ കാർത്തുവിനോടാണ് നമ്മൾ നന്ദി പറയേണ്ടത്. അവളിവിടെ കാർത്തു ഇവിടെ. ശരിയാണ്, കാത്തു ഇവിടെ. എനിക്ക് അറിഞ്ഞൂടാ. നമുക്ക് കാർ എടുത്തോണ്ട് വന്നാൽ മതിയായിരുന്നു. നിങ്ങൾ ഇതിനെ കാറിനേരം മിണ്ടരുത്. നിങ്ങൾ അതിലെന്താ തൊട്ട് കഴിഞ്ഞാൽ സ്വഭാവം പ്രസിഡന്റ്. അപ്പൊ പിന്നെ എങ്ങനെ ഞാൻ കാർ ഓടിക്കും? നിങ്ങൾ ഓടിക്കണ്ട. നിങ്ങൾക്ക് ഓടിക്കണ നിങ്ങൾ ആരെങ്കിലും വിളിച്ച് കൂടരുത്. എനിക്കങ്ങ് പറ്റില്ല. സെക്രട്ടറി ആണോ? എനിക്കെന്റെ ജീവന വലുതാ. ആരും എന്തോ അച്ഛവാ. ഒറ്റയ്ക്ക് പോലെ നീ പിടിക്കണം. എന്റെ ഐഡിയ പോയി. സൂക്ഷിച്ചു വാ. ഞങ്ങളാ ഈ വാ പിരിവാണെന്ന് തിരിച്ച് വെളിയിറങ്ങി ഇരിക്കട്ടെ. അയ്യോ, ഈ കൊച്ചി പിരിവായ അമ്മാതിരി ഇടിയല്ലേ മനുഷ്യ നിങ്ങൾ ഇടിച്ചത്. കാത്തു മിടുക്കി. നമസ്കാരം. നമസ്കാരം. കൃത്യസമയത്ത് കാർത്ത് ഇടപെട്ടുകൊണ്ട് പിങ്കിയുടെ ജീവൻ തിരിച്ചു കിട്ടി. യഥാർത്ഥ വീരസിംഹിണി അവാർഡ് ഇവർക്കാണ്. ഇവള് കാരണം ഞങ്ങളെ പ്രസിഡന്റിന്റെ ജീവിതം ഈ കൊച്ചിന് ജീവനും തിരിച്ചു കിട്ടി. അതെങ്ങനെ? ഇല്ലെങ്കിൽ മനഃപൂർവ്വം അല്ലാത്ത നരഹത്യക്ക് നിങ്ങൾ അകത്ത് പോയതിനെ മനുഷ്യ. പിന്നെ അപ്പൊ വാർഷികത്തിന് എല്ലാരും വരണം കേട്ടാ, നമ്മളെ ക്ലബിന്റെ കുടുംബത്തോടെ. ഞങ്ങളിങ്ങി വരാം. ശരി അപ്പൊ കാർത്തൂക്കി കോറം കൊണ്ട് പുറസ്ഥലത്ത് കൊണ്ടുപോകല്ലോ കേട്ടല്ലോ. ഓ ശരി പോട്ടാ.
കാർത്തൂക്കി ജയ് കാർത്തൂക്കി ജയ് കാർത്തൂക്കി ജയ് കാർത്തൂക്കി ജയ് കാർത്തൂക്കി ജയ് നമ്മളെ കൊച്ചു കാർത്തൂക്കി എന്താ കാത്തൂന് വീരസിംഗ അവാർഡ് കിട്ടി. ഇവിടെയും കിട്ടി 8ന്റെ പണി അവൾ കൈ വേദനിക്കുന്നു കിട്ടി.